ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതിനാവശ്യമായ ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, അതിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ച പേസ്റ്റ്, പുതിനയിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ നാരങ്ങാനീര്, 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിനാവശ്യമായ 2 മീഡിയം സൈസ് തക്കാളി അരച്ച് നല്ല പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. ഇന്ന് നമ്മളിവിടെ 4 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് കുതിർത്ത് കഴുകി വാരി അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് പാകം ചെയ്യാം. അപ്പോൾ ഇതിന് ആവശ്യമായ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, 3 ഏലക്ക, 6 ഗ്രാമ്പു, കറുവപ്പട്ട ഇത്രയും ചേർത്ത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരി കഴുകി വെച്ചിരിക്കുന്നതായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊരു 15-20 മിനിറ്റ് വെന്തതിന് ശേഷം നമുക്ക് ചോറ് ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി ഇതിനാവശ്യമായ ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് 15 കശുവണ്ടി നമുക്ക് വറുത്ത് കോരാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുന്തിരിങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് അത് വറുത്തെടുക്കാം. ഇനി ഇതിന് ചേർക്കാൻ ആവശ്യമായ 1/2 കപ്പ് സവാള വറുത്ത് കോരാം. അത് കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വറുത്ത് കോരണം. നമ്മുടെ സവാള ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതും മാറ്റി വയ്ക്കാം. ഇനി നമുക്കത് എണ്ണയിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസ് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. നന്നായിട്ടതൊന്ന് മുരിച്ചെടുക്കാം. ഇളക്കി തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഓരോ പീസും ഇട്ട് കൊടുത്ത് ബാക്കിയുള്ള ചിക്കനെല്ലാം നമുക്ക് വറുത്ത് റെഡിയാക്കി മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ സവാള ചേർത്ത് വഴറ്റാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളിയും ചേർത്ത് അരച്ച് വെച്ച തക്കാളി, മസാലപ്പൊടികൾ എല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി വറുത്ത് വെച്ച ചിക്കന് വിട്ട് നന്നായിട്ട് തിക്ക് ഗ്രേവി ആയിട്ട് വെന്തെടുക്കണം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചോറ് നിരത്തി ഓരോ ലെയറായിട്ട് ചിക്കന് വിട്ട് ചോറ് വിട്ട് നിരത്തി റെഡിയാക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി 2-3 ലെയറായിട്ട് വേണം റെഡിയാക്കി ഇടാൻ. ഇതിലേക്ക് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, സവാള, അതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് നമുക്ക് ദമ്മിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.